എന്തിനാ സാറേ ഇയാളെ പോലുള്ള കിഴങ്ങന്മാരെയൊക്കെ ഡിപ്പാർട്ട്മെന്റ് ചുമക്കുന്നത്? നിങ്ങളുടെയൊക്കെ വിചാരം പോലീസ് എന്ന് പറഞ്ഞാൽ ആരുടെ നെഞ്ചത്ത് കയറാവുന്ന? എന്തൊരു വലിപ്പിക്കലായിരുന്നു ഇവിടെ ക്വസ്റ്റ്യനിങ് എന്നൊക്കെ പറഞ്ഞ്. അവന്മാരൊക്കെ ഇതിനകത്തിട്ട് നന്നായി പെരുമാറി വിടുക വേണ്ടേ? ഇപ്പൊ യഥാർത്ഥ പ്രതിയെ തന്നെ കിട്ടിയേ. ഇവരുടെയൊക്കെ രക്ഷയ്ക്കായി എത്തി. ഇപ്പൊ നിങ്ങളും കൊടുക്കില്ലേ? വക്കീലെ നിർത്ത്, വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കരുത്. സിഐക്ക് ഒരു അബദ്ധം പറ്റിയതാ. അബദ്ധം പറ്റിയത്? അവനൊക്കെ പക്ക ക്രിമിനൽ അല്ലേ? അഭ്യാസമൊക്കെ കോടതി മതി, പോലീസുകാരോട് വേണ്ട. പോലീസല്ല, പട്ടാളമായാലും ശരി. ഈ പരിസരത്തെ വെറും പാവപ്പെട്ടവരാ ഭൂരിപക്ഷം. ഒന്നും ഞോടിച്ചാ മതി, തുരുമ്പ് പിടിച്ച പിച്ചാത്തി കൊണ്ട് ചാന്തിക്കിട്ട് നല്ല താങ്ങ് തരും. പോലീസ് എന്നും പറഞ്ഞ് വരട്ടല്ലേ? എന്താ അവരെ ഇതുവരെ വിട്ടില്ലേ? ഇല്ല മാഡം, ജനങ്ങൾ സമ്മതിക്കുന്നില്ല. ജനങ്ങളോട് സമ്മതം ചോദിച്ചിട്ട് വേണം ഓഫീസേഴ്സിനെ റിലീസ് ചെയ്യാൻ. ഉളുപ്പില്ല ഇത് പറയാൻ. പിന്നെ ഇതിന് ഇത്രയും പോലീസുകാർ ഇവിടെ നേരത്തെ നിർത്തിയിരിക്കുന്നത് പബ്ലിസിറ്റിക്കാ? എവിടെ ഗേറ്റിന്റെ കീ? എവിടെ ഇതിന്റെ കീ എന്ന്? അതെ, കീയൊക്കെ ഞങ്ങളുടെ തന്നെ ഉണ്ട്. പക്ഷേ ഈ കൊലയാളി CM സംഘത്തെ പുറത്തു വിടണമെങ്കിൽ ആഭ്യന്തരമന്ത്രി തന്നെ വരേണ്ടി വരും. ആഭ്യന്തരമന്ത്രി എന്താ തന്റെ അമ്മായി അച്ഛനാണോ വിളിക്കുമ്പോൾ ഓടി വരാൻ? അങ്ങനെ അങ്ങ് പേടിപ്പിച്ചു തുറക്കാന്ന് കരുതണ്ട സാറേ, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. നീ എന്താടാ പോലീസുകാരെ വരട്ടുന്നോ? ഇവനെ പിടിച്ച് വണ്ടി കയറ്റിയിരുത്ത്. ആഹാ, അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടാണോ? ഇവരെ തുറന്നു വിടണമെങ്കിൽ ആഭ്യന്തരമന്ത്രി തന്നെ ഇവിടെ എത്തണമെന്നാ നാട്ടുകാർ പറയണത്. അറിയോ? അങ്ങേക്ക് അറിയാവല്ലോ മന്ത്രിയുടെ പണി ഇതൊന്നും അല്ലാന്ന്. അല്ല, അത് പിന്നെ നിങ്ങളുടെ ആവശ്യങ്ങളും പരാതികളും ഇവരെ തുറന്നു വിട്ടതിന് ശേഷം മാത്രം. ഞാൻ മര്യാദയ്ക്ക് പറയാ, ഗേറ്റ് നിങ്ങൾ തുറക്കുന്നോ അതോ ഞാൻ വിളിക്കണോ? ഉണ്ടായിരിക്കടാ. സംസാരിക്കുന്നതിനിടയ്ക്കാണോ തന്റെ ഒരു നിയമം പഠിപ്പിക്കലേ? മാഡം, പബ്ലിക് പ്രോസിക്യൂട്ടർ ആരായാലും എന്താ, തുറക്കണോ? അപ്പൊ നീയാണല്ലേ ഈ നാടകത്തിന്റെ സൂത്രധാരൻ? നടക്കണം. ഞാൻ ആഭ്യന്തരമന്ത്രിക്ക് അയച്ച കത്തിന്റെ കോപ്പി വാങ്ങി. ഇരിക്കെ പ്ലീസ്, എല്ലാവരും ഇരിക്കെ. ഇങ്ങനെ പരസ്പരം തർക്കിക്കാനാണെങ്കിൽ ഇന്ന് രാത്രി ആരും ഈ ചർച്ച അവസാനിക്കില്ല. അതുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം പരാതി എന്താണെന്ന് കേൾക്കട്ടെ. സർ, 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാൽ നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. 1, 4 കുട്ടികൾ 4 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ മരണപ്പെട്ടു. അത് ആത്മഹത്യയാണെങ്കിൽ എന്തൊക്കെയാണ് അതിനുള്ള തെളിവുകൾ? 2, കൊലപാതകമാണെങ്കിൽ അതിനുള്ള കാരണക്കാരൊക്കെയാണ്? അത് കണ്ടുപിടിക്കാൻ എന്ത് നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? 3, ഇത്തരത്തിൽ മരണങ്ങൾ നടന്നിട്ടുള്ളതായ ഒരു കോളേജ് ഹോസ്റ്റലിൽ ഈ CI എന്തിനു മതിലയാടി ചെന്നു? എന്തായിരിക്കണം അയാളുടെ ഉദ്ദേശം? ആരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും അത്? സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട CIയെ ഹോസ്റ്റലിലെ അന്തേവാസികൾ തടഞ്ഞു വെച്ചപ്പോ DYSPയുടെ നേതൃത്വത്തിൽ അയാളെ ബലമായി മോചിപ്പിക്കുകയും അവരുടെ പരിശ്രമങ്ങൾ തടയാൻ ശ്രമിച്ച MLA അടക്കമുള്ള നാട്ടുകാരെ വിരട്ടി പോലീസ് ഗുണ്ടാ സംഘത്തിന് അവിടുന്ന് കടന്നു കളയാൻ ഈ DIGക്ക് ആരനുവാദം നൽകി? ഇതിന് ഉത്തരം പറയേണ്ടത് DIG ഡെയ്സി വിൽഫ്രഡ് ആണ്. ഇയാളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നതിനേക്കാൾ ഉപരി പോലീസുകാരെ ആഭാസന്മാരായും ഗുണ്ടകളായും ചിത്രീകരിക്കാൻ ഇയാൾക്ക് ആരാ അധികാരം നൽകിയത്? പോലീസ് ഉദ്യോഗസ്ഥരെ ആഭ്യന്തരമന്ത്രിയുടെ മുമ്പിൽ വെച്ച് കുറ്റപ്പെടുത്താൻ ഇയാളാരെ മുഖ്യമന്ത്രിയോ? ഞാൻ പറയാം. പ്രഥമ ദൃഷ്ട്യാ ഇതിന്റെ പിറകിലുള്ള വ്യക്തി അല്ലെങ്കിൽ വ്യക്തികളുടെ മോട്ടീവ് ഒന്നാണ്: ഈ ഗ്രൂപ്പിനോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം. കാരണം ഇവരുടെ സംഘത്തിൽപ്പെട്ടവർക്കല്ലാതെ മറ്റാർക്കും ആ കോളേജിൽ യാതൊരു ശല്യവുമില്ല. സർ, മാനസിക വിഭ്രാന്തിയുള്ള ഏതോ ഒരു പുരുഷൻ ഈ കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിലെന്നാണ് ഞങ്ങൾ പോലീസുകാരുടെ വ്യക്തമായ നിഗമനം. ആ CA പറ്റി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അങ്ങനെ ഒരു സാഹചര്യത്തിൽ CA അവിടെ പോകാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ ക്വസ്റ്റ്യനിങ്ങിൽ കുട്ടികൾ സഹകരിക്കാത്തതിനാൽ എന്തൊക്കെയാണ് അവരുടെ റൂമിലെ ഡിസ്കഷൻസ് എന്നറിയാൻ അവിടെ പോയി എന്നാണ് അയാളുടെ മറുപടി. ഞങ്ങളത് തീർത്തും വിശ്വസിക്കുന്നില്ല. അയാളും ഞങ്ങളുടെ ഒബ്സർവേഷനിലാണ്. അപ്പൊ DIGകളെ രക്ഷപ്പെടുത്തിയതോ? Because they are my subordinates and I have to protect them. എനിക്ക് തോന്നിയത് പറയുക, ഞാൻ ആരുടെയും പക്ഷം പറയല്ല. ആ CAയുടെ പെരുമാറ്റം എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ന്യായീകരിക്കാവുന്നതിനും അപ്പുറമാ. പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റലിൽ രാത്രി മതിലിയാടിക്കിടന്നാണോ തെളിവെടുപ്പ് നടത്തുന്നത്? DIG മുന്നിട്ട് നിന്ന്
അയാളെ ബലമായിട്ട് മോചിപ്പിച്ചതും ഒട്ടും ശരിയായില്ല. അതും ഒരു ജനപ്രതിനിധി കൂടെ ഉള്ളപ്പോ. അതുകൊണ്ട് ആ CIയെ കേസന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും അയാളുടെ എക്സ്പ്ലനേഷൻ വാങ്ങുകയും വേണം. ഇത്രയും മിസ്റ്ററി ഒരു മർഡർ നടന്ന സ്ഥിതിക്ക് ഇനി ഇതിന്റെ അന്വേഷണം IG റാങ്കിൽ തന്നെ നടത്തിയാൽ മതി. എത്ര സമയം വേണം ഇതൊന്ന് മറന്നീക്കി പുറത്തു കൊണ്ടുവരാൻ? മാക്സിമം 1 month, സർ. നോ, 15 days. അതിനുള്ളിൽ ഈ കേസ് തെളിയിച്ചിരിക്കണം. എന്താ പോരെ? പിന്നെ അത് മതി. മിനിസ്റ്റർ പുറപ്പെട്ടു. Don't worry. Take it as a challenge. സർ. Okay. Then what about the forensic report? കോസ് ഓഫ് ഡെത്ത് സ്ട്രാങ്കുലേഷൻ ആണ് മാഡം. ശരി, നമുക്ക് വൈകിട്ട് കാണാം. സോ എന്ത് തീരുമാനിച്ചു? ഇതിൽ ആലോചിക്കാനൊന്നുമില്ലെന്നേ. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ്. ജസ്റ്റ് എ സർട്ടിഫിക്കറ്റ് ഫ്രം ദ കൺസേൺഡ് അതോറിറ്റി. 4 സ്റ്റേഷനുകളുടെ ചാർജുള്ള CI എന്ന നിലയിൽ ജോലി കൂടുതലാവാൻ കാരണം മെന്റലി നോട്ട് ഫിറ്റ്. മേഡം പറഞ്ഞത് വളരെ ശരിയാ. രാഷ്ട്രീയക്കാർ നമ്മുടെ തലയിൽ കയറാൻ വരുന്നത് ശരിയല്ലല്ലോ. ഇങ്ങനെയൊന്നും അവരുടെ മുഖത്തെറിഞ്ഞാ പിന്നെ അവരുടെ നാവ് അടങ്ങിക്കൊള്ളൂ. You got the memo, right? Yes, ma'am. So, you take leave and collect the necessary papers. Ma'am. Mr. Anwar, നിങ്ങൾ ആ കേസ് ഡയറി ഇമ്മീഡിയറ്റ് ആയിട്ട് എന്റെ കയ്യിൽ എത്തിക്കണം. ഓക്കെ? ഓക്കെ മാം. ഇത് മരിച്ച ലിൻഡയുടെ നഖത്തിലുണ്ടായിരുന്ന സ്കിന്നും ബ്ലഡും അനലൈസ് ചെയ്തതിന്റെ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ്, സ്കിൻ നോട്ട് ഡിറ്റക്റ്റബിൾ, ഹെയർ സാമ്പിൾ മേലെന്നുമാണ്. അതുപോലെ വിവേകിന്റെ ബൈക്ക് ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്നും കിട്ടിയ ബ്ലഡ് സാമ്പിളിന്റെ റിപ്പോർട്ട് വിശ്വസിക്കാനേ ആവുന്നില്ല. ഇതിൽ പറയുന്നത് ബ്ലഡ് ഏതോ മൃഗത്തിന്റേതാണെന്നാണ്. 3ാമത്തെ റിപ്പോർട്ടിലും സംതിങ് ഇൻട്രസ്റ്റിംഗ്. ദാറ്റ്സ് ആതിരാസ് ബ്ലഡ് സാമ്പിൾ. അതിൽ രക്തത്തിലെ ഇൻസുലിന്റെ അളവ് ക്രമാതീതമായി ഉയർന്നു കാണുന്നു. അതെ, അഗൈൻ ശ്രദ്ധ. സിഗരറ്റ് ബഡ് സലൈവ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന്റെ DNA-യും മുടിയുടെ DNA-യും ഒന്നാണ്. അതുപോലെ ലിൻഡയുടെ ബോഡി കിടന്നിടത്ത് നിന്ന് കിട്ടിയ മുടിയുടെ DNA-യും ശ്രദ്ധ തൂങ്ങി നിന്നിരുന്നിടത്ത് നിന്ന് കിട്ടിയ മുടിയുടെ DNA-യും ഒന്നാണ്. സോ എനിക്കറിയേണ്ടത് ഈ റിപ്പോർട്ട് പ്രകാരം ഇതെല്ലാം ഒരാളാണ് ചെയ്തതെന്ന് ഉറപ്പിക്കാൻ പറ്റും. സസ്പെക്ടിന്റെ മുടി ഇത് തന്നെയാണ് എന്ന് നമ്മൾ കൺഫേം ചെയ്യേണ്ടി വരും. ഹോസ്റ്റലിലെ മെയിൽ സർവന്റിന്റെ മുടിയുമായി ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള DNA മാച്ച് ചെയ്താൽ പിന്നെയും നമ്മൾ കുഴയും. കാരണം അയാൾ അവിടുത്തെ താമസക്കാരനാണ്. ഹോസ്റ്റലിലെ താമസക്കാരനല്ലാത്ത വ്യക്തിയുടേതാണ് ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള DNA എങ്കിൽ പിന്നെ നമുക്ക് ഉറപ്പിക്കാം ഇത് രണ്ടും ഒരാൾ തന്നെയാണ് ചെയ്തതെന്ന്. ഈ ഇൻസുലിന്റെ അളവ് രക്തത്തിൽ കൂടിയിരിക്കാനുള്ള കാരണം റെയറാണ്. ഇതും ചിലപ്പോ ആരെങ്കിലും ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തതായിരിക്കണം. 1 സെക്കൻഡ്. യെസ്, അന്ന് ആ കുട്ടിക്ക് ഗ്ലൂക്കോസ് ഇഞ്ചക്ട് ചെയ്ത ബോട്ടിലും ഇൻസുലിന്റെ ട്രേസ് ഉണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, എന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഏതോ ഒരു ഭ്രാന്തൻ, മേ ബി എ ജീനിയസ് സ്പെഷ്യലൈസ്ഡ് ഇൻ സീരിയൽ കില്ലിംഗ്, വളരെ വിദഗ്ധമായി ഈ മരണങ്ങളുടെ എല്ലാം പുറകിലുണ്ട്. പെട്ടെന്ന് ട്രേസ് ഔട്ട് ചെയ്തില്ലെങ്കിൽ ഇനിയും മരണസാധ്യത കൂടും. ഒരുപക്ഷെ തന്റെ അടുത്ത ഇരയെ തേടി പുതിയ പദ്ധതികളുമായി അയാൾ ഇപ്പോഴേ ശ്രമം തുടങ്ങിയിട്ടുണ്ടാവണം.